ദീപാവലി ആഘോഷമൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകര്. പക്ഷേ പതിവ് പോലെ ദില്ലിയിൽ മലിനീകരണം അതിരൂക്ഷമാണ്. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ശുദ്ധവായു കിട്ടാനില്ല എന്നതാണ് അവസ്ഥ. പതിവ് പോലെ ഡൽഹിക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. തൊട്ടടുത്ത ആളെ പോലും കാണാനാകാത്ത വിധം ഫോഗാണ്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. പ്രായമായവരും കുട്ടികളും പരമാവധി വീടുകളിൽ കഴിയണം. ഡൽഹിയിലുള്ളവരോടാണ് കേട്ടോ. ആദിൽ പാലോട് രാവിലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ കാണാനില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആദിൽ പാലോടുണ്ട് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. പിന്നിലോട്ടൊന്ന് നോക്കിയാൽ ആകെ കനത്ത മൂടൽമഞ്ഞാണ്. നമ്മൾ സാധാരണ വാഗമണ്ണിലേക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മനോഹരമായ മൂടൽമഞ്ഞല്ല ദില്ലിയിലെ ഈ മൂടൽമഞ്ഞ് എന്നതാണ്. വായുമലിനീകരണം അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് ദീപാവലി കൂടി കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കുറച്ച് വഷളാവുകയാണോ? ശ്വാസം മുട്ടി തുടങ്ങിയോ ഡൽഹിക്ക്? ആദിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉറപ്പാണ്, കാരണം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ മഞ്ഞാണ്, മൂന്നാറിലെ കാലാവസ്ഥയാണ്, ഊട്ടിയിലെ കാലാവസ്ഥയാണ്. പക്ഷേ അതല്ല, കാണുന്നത് ദില്ലിയാണ്. ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ ഈ വായു മലിനീകരണം കൊണ്ട് ഇന്ത്യ ഗേറ്റ് തന്നെ മറഞ്ഞിരിക്കുന്നതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച. അത്രമേൽ വായുമലിനീകരണം ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇന്നലെ ദീപാവലി ആഘോഷങ്ങളായിരുന്നു. ഇന്നലെ ശരിക്കും ഉറങ്ങാനാകാത്ത വിധം ആഘോഷിക്കുകയായിരുന്നു ദില്ലിയിലെ ആളുകൾ, ദില്ലി നിവാസികൾ എന്നുള്ളതാണ്. ഹരിതപടക്കങ്ങൾ പൊട്ടിക്കാനുള്ള അനുവാദം സുപ്രീം കോടതി തന്നെ നൽകുകയും ചെയ്തു. വലിയ വിവാദമാണ്. ഏതായാലും ആവശ്യത്തിലധികം ആഘോഷിച്ചു. അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റ് കാണാനാകാത്ത വിധം ഇപ്പോൾ ഇവിടെ നടന്നു പോകുന്നവരുണ്ട്. മാസ്ക് ധരിക്കേണ്ടി വരും എന്നുള്ളതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആരോഗ്യ വകുപ്പടക്കം ഇക്കാര്യത്തിലൊരു നിർദ്ദേശത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് വശങ്ങളിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. വശങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ റോഡിലൊക്കെ വാഹനങ്ങൾ പോകുന്നത് പോലും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന രൂപത്തിലുള്ള മൂടലാണ്. അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ കഴിയുന്നില്ല, അടുത്തുകൂടി പോകുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്നില്ല. ആ വിധത്തിലുള്ള ഒരു അന്തരീക്ഷ മലിനീകരണമാണ്. ഈ വായു ഗുണനിലവാര സൂചിക 500 കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായാലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പോകുന്നു ദില്ലി സർക്കാർ എന്നതാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റിൻ്റെയും പാർലമെന്റിൻ്റെയും ചില മന്ദിരങ്ങളാണ്. പക്ഷെ അതൊന്നും നമുക്ക് വിസിബിൾ അല്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പൊല്യൂഷന്റെ ഭാഗമായി, വായു മലിനീകരണത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നതാണ്, മഞ്ഞല്ല എന്നൊരിക്കൽ കൂടി പറയാം. ഒപ്പം തന്നെ ഈ സമയത്താണ് യമുനയിലൂടെ നുരഞ്ഞു പതഞ്ഞ് വിഷപ്പത ഒഴുകി വരുന്നൊരു കാര്യമുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള നടപടികളും ദില്ലി സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ടിട്ട് ഭയം ഉണ്ടാവുന്നു. ശ്വാസം കിട്ടാതെ പോകുന്ന ഡൽഹി ഓരോ വർഷവും നമ്മൾ ഈ ശൈത്യകാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യ ഗേറ്റൊന്നും കാണാനില്ല. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടുന്ന അവസ്ഥയിലാണ്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവും. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ വൈക്കോൽ കൂനകൾ കൂടി കത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഈ വിഷപ്പുകയൊക്കെ ദില്ലി നഗരത്തിലേക്ക് വരും. ദില്ലി പ്രദേശവാസികൾക്ക് ഏറ്റവും ദുരിതം പിടിച്ച കാലമാണ് ഈ ശൈത്യകാലത്തിൻ്റെ തുടക്കം.